നമുക്കിന്നൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ചവ്വരി നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഒരരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കാഷ്യൂനട്ട്, കിസ്മിസ് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടി ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സേമിയ എടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്ന് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കവർ പാലല്ല വാങ്ങിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിൽ കിടന്ന് നന്നായിട്ട് നമ്മുടെ സേമിയെല്ലാം വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ടിട്ട് ഒരു ക്യാരറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോഴേക്കും ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സേമിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചവ്വരിയും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മധുരത്തിനായിട്ട് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ആ സമയത്തേക്ക് ഇതിലേക്കിനി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, വെറൈറ്റി ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുക. നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.